ശ്രീ വള്ളലാർ രാമലിംഗസ്വാമികളുടെ അരുൾപ്പെരും ജ്യോതിയിലെ അടുത്ത അകവലിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. നവന്തവിർ നിലൈകളും നണ്ണും ഓർ നിലയായി അവന്തവിർ ചിൽസഭൈ അരുൾപ്പെരും ജ്യോതി. നവനിലകൾ. ഈ നവനിലകൾ എന്ന് പറയുന്നത് ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ, മഹേശ്വരൻ, സദാശിവൻ, ബിന്ദു, നാദം, പരബിന്ദു, പരനാദം എന്നിവയാണ് സമഷ്ടിയിൽ, അതായത് അണ്ഡത്തിൽ കാണുന്നവ. ഇത് പിണ്ഡത്തിൽ, അതായത് വ്യക്തി ശരീരത്തിൽ വരുമ്പോൾ അത് അക്ഷരബ്രഹ്മമായിത്തീരുന്നു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. വാ, ശ, സ, പിന്നെ അതേപോലെ ആ, ഈ, ഉ, എ, ഐ, ഓ എന്നീ നവാക്ഷരങ്ങൾ. ഈ നവാക്ഷരങ്ങളാണ് അക്ഷരബ്രഹ്മമായി വ്യക്തിയിൽ, അതായത് പിണ്ഡത്തിൽ കുടികൊള്ളുന്ന നവാക്ഷരങ്ങൾ. അപ്പോൾ ഈ 9 നിലകൾക്കും അപ്പുറത്താണ് അരുൾപ്പെരും ജ്യോതി പ്രകാശിച്ചു നിൽക്കുന്നത്. അപ്പോൾ ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാർക്കും അപ്പുറം, അതേപോലെ തന്നെ അക്ഷരബ്രഹ്മത്തിനും അപ്പുറം നിൽക്കുന്ന പ്രകാശജ്യോതിയാണ് അരുൾപ്പെരും ജ്യോതി എന്നാണ് ഇവിടെ വള്ളലാർ ദേവൻ പറയുന്നത്. ഇത് സത്യത്തിൽ തിരുമൂലരുടെ തിരുമന്ത്രം 4-ാം തന്ത്രത്തിലെ ഏറൊളിച്ചക്രത്തിൻ്റെ ഒരു നിഗൂഢ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഭാഗമാണ്. അതായത് നാദോപാസനയിലൂടെ ശിവസാക്ഷാത്കാരം നേടുന്ന ഒരു രീതിവിശേഷം കൂടി ഇതിൽ അവലംബിച്ചിട്ടുണ്ട്. നമുക്ക് അതുകൂടി നോക്കാം. അതായത് തിരുമന്ത്രത്തിലെ തിരുമൂലദേവൻ പറയുന്ന ആ അഗ്നിരഹസ്യം, ജ്യോതിരഹസ്യം, അതാണ് ഇവിടെ പറയുന്നത്. അതാ നോക്കൂ, ഞാൻ അതിൻ്റെ അർത്ഥം മാത്രമേ പറയുന്നുള്ളൂ. തിരുമൂലദേവൻ പറയുന്ന മന്ത്രങ്ങളെ അർത്ഥതലത്തിലേക്ക് മാത്രമേ പ്രവേശിക്കുന്നുള്ളൂ. അഗ്നിയൊളി, അതായത് അരുൾപ്പെരും ജ്യോതി പടർത്തി നിൽക്കുന്ന മൂലാധാര ചക്രം 4 ഇതൾ കൊണ്ട താമര പോൽ വിരിയും. ഇതിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന ഒളി ബിന്ദുക്കളാണ് ശിരസിൽ നാദശക്തി ഉയർത്തുന്നത്. അപ്പോൾ ഈ ഒളി തന്നെയാണ്, ഒളിബിന്ദുക്കളാണ് ശിരസിൽ നാദശക്തിയായി വിടരുന്നത്. മൂലാഗ്നിയുടെ ഒളി ഷഡാധാരങ്ങളിൽ പടർന്ന് പ്രകാശിച്ചു കഴിഞ്ഞാൽ പിന്നെ മൂലാധാര ചക്രമധ്യം തീക്കുണ്ടമായി മാറുന്നു. മൂലാഗ്നിയിലുള്ള വാ, ശ, സ എന്നീ അക്ഷരങ്ങളും അഗ്നിശക്തി എന്നതാണ്. അവ മണ്ണാതി വാനം വരെയുള്ള തത്വാക്ഷരങ്ങളാണ്. അഗ്നി അക്ഷരങ്ങളായ അവ മൂലാഗ്നിശക്തി കൊണ്ട അക്ഷരചക്രമാണ്. അങ്ങനെയുള്ള അഗ്നി അക്ഷരങ്ങളുടെ നില ഇനി നമുക്ക് പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ട് തിരുമൂലദേവൻ അതിനെക്കുറിച്ച് വ്യക്തമാക്കണം. ബിന്ദുശക്തി തന്നെയാണ് ദ്വാദശാദിത്യ കലകളായി മാറി ശിരസിൽ നാദമായും ഒളിയായും പ്രകാശിക്കുന്നത്. ശിരസിൽ അവ അക്ഷരങ്ങളായി വിളങ്ങി നിൽക്കുന്നു. അവ 144 കലകളാർന്ന 7 ഏറൊളിച്ചക്രമായി ശിവപതിയതിൽ പാഞ്ഞ് ഉയരും. അതായത് 144 കലകളിലായി
ഈ അക്ഷരബ്രഹ്മം ശിരസിലെ സഹസ്രാരത്തിലേക്ക് പാഞ്ഞു ചെല്ലുമെന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അതൊക്കെ അനുഭവ രഹസ്യങ്ങളാണ്, യോഗ രഹസ്യങ്ങളാണ്. നമുക്കത് പ്രാക്ടീസ് ചെയ്ത് കിട്ടുമ്പോൾ മാത്രമേ അതിൻ്റെ സത്യം പിടികിട്ടുകയുള്ളൂ. ഞാനിവിടെ വെറുതെ വായിക്കുക മാത്രമേ അത് ചെയ്യുന്നുള്ളൂ, അനുഭവത്തിലൂടെ പറയുന്നതല്ല. ശിരസിൻ്റെ ഉച്ചിയിൽ ചെന്ന് അടഞ്ഞ ബിന്ദു അക്ഷരബ്രഹ്മമായി മാറും. അക്ഷരങ്ങളിൽ നാദ, ശബ്ദ, ഒലി, മുദ്ര അടങ്ങി നാദബ്രഹ്മമാകും. ഇപ്രകാരം പ്രജ്ഞാമണ്ഡലം അക്ഷരനാദമർന്ന അക്ഷരബ്രഹ്മമായ നാദബ്രഹ്മമായി മാറിയതിൽ പിന്നെ പൃഥ്വീതത്വങ്ങൾ അടങ്ങിയ അണ്ഡചക്രമായി മാറും. ശിവസൂര്യാത്മാവായ ഒളിചക്രം ബിന്ദുവിലടങ്ങിയ 25 തത്വങ്ങളും അറിയുന്ന ശക്തിയാണ്. ബിന്ദുവിനുള്ളിലെ നാദം അഥവാ പുരുഷശക്തിയുമാണത്. ഇപ്രകാരം ബിന്ദുനാദ ശക്തിയാകുന്ന അക്ഷരബ്രഹ്മത്തിൽ ഏറൊളി ചക്രമായിത്തീർന്ന ദേവാത്മാക്കൾ അവരുടേതായ ശക്തിമണ്ഡലങ്ങളിലടങ്ങിയ പ്രജ്ഞാമണ്ഡലങ്ങളിലടങ്ങിയ താരകബ്രഹ്മത്തിൽ അരുൾ പെരുഞ്ജ്യോതി പടർത്തി നിൽക്കുന്നു. സൂര്യരശ്മികൾ അഥവാ സൂര്യനെ പോലെയാണ് ഈ അരുൾ പെരും ജ്യോതി എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. അപ്പോൾ ഈ നാദബ്രഹ്മം തന്നെയാണ് ഒളിയായിട്ട് അരുൾ പെരും ജ്യോതിയായിട്ട് ഇവിടെ വികസിക്കുന്നത്. നോക്കൂ, ഇതിലെ 9 നിലകളെ പറ്റി പറയുന്നുണ്ട്. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, മഹേശ്വരൻ, സദാശിവൻ, ബിന്ദു, നാദം, പിന്നെ ആ ബിന്ദുനാദവും കിടന്നിട്ട് പരബിന്ദു, പരനാദം എന്നീ 9 നിലകൾക്ക് മുകളിലായി പ്രശോഭിക്കുന്ന മരണമില്ലാത്ത ചിത്സഭയിൽ വിളങ്ങുന്നതാണ് അരുൾ പെരും ജ്യോതി. അത് ഇവിടെ തിരുമൂലദേവൻ ഏറൊളി ചക്രത്തിൽ അതിനെ നാദബ്രഹ്മമായിട്ട്, അതായത് പരനാദമായിട്ട്, പരബിന്ദുവായിട്ടും പരനാദമായിട്ടുമാണ് നാദബ്രഹ്മമായി ചിത്രീകരിക്കുന്നത് നാം ഇവിടെ കാണുന്നു. ഈ പരനാദവും പരബിന്ദുവുമാണ് 9 നിലകൾക്കും അതീതമായ ഈ അരുൾ പെരും ജ്യോതി. അപ്പോൾ തിരുമൂലദേവൻ പറയുന്ന പരബിന്ദുവും പരനാദവുമാണ്, ഒന്നിച്ചിരിക്കുന്ന പരബിന്ദുവും പരനാദവുമാണ് ഈ ഏറൊളി ചക്രം എന്ന് തിരുമൂലദേവൻ തിരുമന്ത്രത്തിൻ്റെ 4ാം തന്ത്രത്തിൽ വിവരിക്കുന്നു. അപ്പോൾ ഇവിടെ തിരുമൂലദേവൻ വിവരിച്ച അതേ നാദബ്രഹ്മത്തെ തന്നെയാണ്, അതായത് പരബിന്ദു, പരനാദം എന്നിവയുടെ ആ ഒന്നിച്ചു ചേരുന്ന അവസ്ഥയാണ് അക്ഷരബ്രഹ്മമായി 9 കലകളായി ഇവിടെ വിടർന്നു നിൽക്കുന്നത്. അതിലെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? സ്വരാക്ഷരങ്ങളും അതുപോലെ വ്യഞ്ജനാക്ഷരങ്ങളും ചേർന്ന അക്ഷരങ്ങൾ, അതാണ് അക്ഷരബ്രഹ്മം. ഇതാണ് ഈ പറഞ്ഞ വള്ളലാർ പറഞ്ഞ ഈ 9 നിലകൾക്കും അപ്പുറമുള്ള അരുൾ പെരും ജ്യോതി. ഇത് നമ്മുടെ ശിരസിലാണ് സൂര്യനെ പോലെ പ്രകാശിച്ചു നിൽക്കുന്നു എന്നാണ് തിരുമൂലദേവൻ പറയുന്നത്. ഈ നാദബ്രഹ്മം സൂര്യനെ പോലെ ഒളി പടർത്തിക്കൊണ്ട് നമ്മുടെ ശിരസിൽ വിലസുന്നു, പ്രകാശിച്ചു നിൽക്കുന്നു എന്ന് തിരുമൂലദേവൻ പറയുന്നു. അതേ തത്വം തന്നെയാണ് ഇവിടെ വള്ളലാർ സ്വാമികളും ഈ വരികളിലൂടെ ആവിഷ്കരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തിരുമൂലദേവൻ്റെ തിരുമന്ത്രത്തിൻ്റെ സ്വാധീനം വള്ളലാർ സ്വാമികളെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം അത് അനുഭവത്തിലൂടെയാണ് പറയുന്നത്. അപ്പോൾ തിരുമന്ത്രം ഒരു തിയറിയാണെങ്കിൽ അരുൾ പെരും ജ്യോതി അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡാണ്. അതാണ് അരുൾ പെരും ജ്യോതിയും തിരുമന്ത്രവും തമ്മിലുള്ള വ്യത്യാസം. ഇത്
അനുഭവത്തിൽ അനുഭവപ്പെടുത്തി കിട്ടിയ ആളാണ് വള്ളലാർ സ്വാമികൾ. ഈ പരബിന്ദുവിനെയും പരനാദത്തെയും സാക്ഷാത്കരിച്ച് അരുൾപ്പെരും ജ്യോതിയായി ലയിച്ച ഒരു മഹായോഗീശ്വരനാണ് വള്ളലാർ സ്വാമികൾ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം തന്നെ ഒളിയായി മാറിയത്, അരുൾപ്പെരും ജ്യോതിയായി മാറുന്നു. അദ്ദേഹം മുറിക്ക് അകത്ത് കടന്ന് വാതിലടച്ചതിന് ശേഷം പിന്നീട് അദ്ദേഹത്തെ ആരും കണ്ടിട്ടില്ല. സത്യത്തിൽ അദ്ദേഹം ഈ ഒളിയായി മാറുകയാണ് ചെയ്തത്. അരുൾപ്പെരും ജ്യോതിയായി പ്രകാശമായി മാറുകയാണ് വള്ളലാർ ചെയ്തത്. ഈ പ്രകാശരശ്മി എവിടെയും എപ്പോഴും നമ്മിലും പ്രകൃതിയിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതിനെ നമുക്ക് കാണാൻ കഴിയണം. അപ്പോൾ അരുൾപ്പെരും ജ്യോതി ധ്യാനത്തിലൂടെ നാം നമ്മിലെ ഈ അരുൾപ്പെരും ജ്യോതിയാകുന്ന നവചക്രത്തെയാണ് സാക്ഷാത്കരിക്കുന്നത്. ഈ 9 ചക്രങ്ങളിലും അഗ്നിതുല്യമായി സൂര്യതുല്യമായി ജ്വലിച്ചു നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതിയെയാണ് നാം ഇവിടെ ദർശിക്കുന്നത്. അപ്പോൾ എവിടെയും എന്തിലും എപ്പോഴും അരുൾപ്പെരും ജ്യോതിയാണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ നാദബ്രഹ്മത്തെ ആവിഷ്കരിക്കുകയാണ് വള്ളലാർ സ്വാമികൾ അരുൾപ്പെരും ജ്യോതിയിലൂടെയും അതേപോലെ തിരുമൂലദേവൻ തിരുമന്ത്രത്തിലൂടെയും ചെയ്യുന്നത്. ഒന്ന് തിയറിയാണെങ്കിൽ വള്ളലാർ സ്വാമികളുടേത് പ്രാക്ടിക്കലാണ്. അതായത് അനുഭവ സത്യമായിട്ട് അത് നമ്മുടെ മുമ്പിൽ ഈ അരുൾപ്പെരും ജ്യോതിയെ പ്രകാശിപ്പിച്ച് കാണിക്കുന്നു. ഈ അരുൾപ്പെരും ജ്യോതി ധ്യാനത്തിലൂടെ നമ്മൾ അരുൾപ്പെരും ജ്യോതിയാണ് കാണുന്നത്. എൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതിയെ ഞാൻ ഈ ശക്തിസ്വരൂപിണിയായ ദേവിയിൽ കണ്ട് ആരാധിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഞാനും അരുൾപ്പെരും ജ്യോതിയും ഒന്നാകുന്ന ദിവ്യമുഹൂർത്തമാണിത്. ഈ നവചക്രങ്ങൾക്കും അപ്പുറം പ്രകാശം നിൽക്കുന്ന അരുൾപ്പെരും ജ്യോതി അണ്ഡത്തിലും പിണ്ഡത്തിലും നിറഞ്ഞു നിൽക്കുന്നു. പിണ്ഡത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ അരുൾപ്പെരും ജ്യോതിയെ വ്യക്തി എന്ന നിലയിൽ നാം സാക്ഷാത്കരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അരുൾപ്പെരും ജ്യോതി പ്രകാശം ചൊരിഞ്ഞുകൊണ്ട് എല്ലായ്പ്പോഴും വിലസുന്നു. അതോടെ ശിവോഹം എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. ഓം ശിവായ നമഃ.